നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പഠിതാക്കൾക്കും സഹകാരി റൈസ് പ്ലസിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യേണ്ടത് പരിഭാഷ എന്ന മേഖലയാണ്. PSC പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യ മാതൃകയാണ് പരിഭാഷ. വാക്യശുദ്ധി, പദശുദ്ധി, പരിഭാഷ. ഇത് 5ാം സ്റ്റാൻഡേർഡിൽ നിന്ന് 10ാം സ്റ്റാൻഡേർഡിലേക്ക് എത്തുമ്പോൾ ഒരു കുട്ടി നേടിയെടുക്കുന്ന 3 ഭാഷാ നൈപുണികളാണ്, 3 ലാംഗ്വേജ് സ്കിൽസാണ് ഈ പറഞ്ഞത്. ബാക്കി മലയാളത്തിലെ ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഓരോ സ്റ്റാൻഡേർഡിലും ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കും. ഉദാഹരണത്തിന് ചേർത്തെടുത്ത് എടുത്തു കഴിഞ്ഞാൽ 8ാം സ്റ്റാൻഡേർഡിൽ ചേർത്തെടുത്ത് നമ്മൾ പഠിക്കും. അല്ലെങ്കിൽ സമാസം എടുത്തു കഴിഞ്ഞാൽ 9ാം സ്റ്റാൻഡേർഡിൽ സമാസം ഘടകപദം നമ്മൾ പഠിക്കും. 6ാം സ്റ്റാൻഡേർഡിൽ പര്യായം പഠിക്കും. അതെല്ലാം ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കും. എന്നാൽ ഒരു സ്റ്റാൻഡേർഡിലും ടോപ്പിക്കായി പഠിക്കാതെ നമ്മൾ നേടിയെടുക്കുന്ന 3 ഭാഷാ നൈപുണികൾ, 3 സ്കില്ലാണ്. ഒന്ന്, ശരിയായ വാക്കുകൾ പ്രയോഗിക്കാൻ, പദങ്ങൾ പ്രയോഗിക്കാൻ, അഥവാ തെറ്റുണ്ടായാൽ തിരുത്താൻ, അതാണ് പദശുദ്ധി. അതുപോലെ ശരിയായ വാക്യങ്ങൾ പ്രയോഗിക്കാൻ, അഥവാ തെറ്റുണ്ടായാൽ തിരുത്താൻ, അതാണ് വാക്യശുദ്ധി. പിന്നെ 5ാം സ്റ്റാൻഡേർഡിൽ നിന്ന് 10ാം സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ ഒരു കുട്ടി പല ഭാഷകൾ പഠിക്കും. അവൻ മലയാളം മാത്രമല്ല, ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ പഠിക്കും. അപ്പോൾ ഒരു ഭാഷയിലെ ആശയത്തെ മറ്റൊരു ഭാഷയിലേക്ക് മാറ്റിയെടുക്കാനും അവൻ ശീലിക്കും. അതാണ് പരിഭാഷ എന്നത്. അപ്പോൾ അത് അവൻ നേടിയെടുക്കുന്ന ഒരു സ്കില്ലാണ്. നമ്മൾ ഒരു ക്ലാസ്സിലും പരിഭാഷ ടോപ്പിക്കായിട്ട് പഠിച്ചില്ല, അല്ലേ? നമ്മൾ നേടിയെടുത്ത ഭാഷാ നൈപുണ്യാണ്. ഇനി PSCയുടെ കോണ്ടക്സ്റ്റിൽ എടുക്കുമ്പോൾ പരിഭാഷയ്ക്ക് 2 വിഭാഗത്തിൽ നിന്നായി 4 തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. 2 വിഭാഗത്തിൽ നിന്നായി 4 തരത്തിൽ. ആ 2 വിഭാഗം പറയാം. ഒന്ന്, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ, ചിലപ്പോൾ തിരിച്ച് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാനാണ്. അതാണ് 2. ഇനിയുള്ള 2 എന്താണെന്ന് അറിയാമോ? ഈ 2 സാധനത്തിലും ശരിയായ തർജ്ജമ, പദാനുപദ തർജ്ജമയും ചോദിക്കാറുണ്ട്. അതിന് അനുരൂപമായ അല്ലെങ്കിൽ അതിൻ്റെ അതേ അർത്ഥം വരുന്ന ശൈലികളുടെയോ പര്യായങ്ങളുടെയോ പരിഭാഷയും ചോദിക്കാറുണ്ട്. അതായത് ഇംഗ്ലീഷിൽ തന്നിട്ട് അതേ അർത്ഥം അതിൻ്റെ പദാനുപദ തർജ്ജമയും അല്ലെങ്കിൽ അതിന് തുല്യമായ മലയാളത്തിലെ ചൊല്ല് അല്ലെങ്കിൽ ശൈലി, ഇത് തിരിച്ചും ഉണ്ടാകാറുണ്ട്. മലയാളത്തിന് തുല്യമായ ഇംഗ്ലീഷും ഇംഗ്ലീഷിന് തുല്യമായ മലയാളവും. അങ്ങനെ 4 തരത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ, ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് മാറ്റാൻ. അത് തന്നെ അതിൻ്റെ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ, പദാനുപദ തർജ്ജമ, പിന്നെ അതല്ലാതെ അതിന് തുല്യമായ മറ്റ് ഭാഷയിലെ പ്രയോഗങ്ങൾ കണ്ടെത്തുക. ഇങ്ങനെയാണ്. നമുക്ക് ചില മുൻകാല ചോദ്യങ്ങൾ പരിശോധിക്കാം പരിഭാഷയുമായി ബന്ധപ്പെട്ട്. അല്ലാതെ നമുക്ക് പരിഭാഷ ഒരു ക്ലാസ് പോലെ പഠിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതിന് കുറച്ച് ഇംഗ്ലീഷ് പരിജ്ഞാനം കൂടി ആവശ്യമാണ്. നമുക്ക് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ പരിശോധിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ്: താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക. ക്യാച്ച് ഓൺ റെഡ് ഹാൻഡഡ്. ഇത് യഥാർത്ഥത്തിൽ ഇതെങ്ങനെയാണ്? ഇതിന് തുല്യമായ മലയാളം, ഇതിൻ്റെ പദാനുപദ തർജ്ജമ അല്ല ചോദിച്ചിരിക്കുന്നത്. അതാണ്. ഇതിപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആക്കാനാണ്. അതും പദാനുപദ തർജ്ജമയല്ല, മറിച്ച് അതിന് തുല്യമായ മലയാള ശൈലി ഏത് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: കൈവിലങ്ങിടുക, കൈകാര്യം ചെയ്യുക, കൈയോടെ പിടികൂടുക, കൈക്കലാക്കുക. ക്യാച്ച് ഓൺ റെഡ് ഹാൻഡഡ്. ഇതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി, കൈയോടെ പിടികൂടുക എന്നതാണ്. കൈയോടെ പിടികൂടുക, അതാണ് ക്യാച്ച് ഓൺ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത്. ഇതിന് കാരണം ഈ റെഡ് ഹാൻഡഡ് എന്ന് പറയുന്നത് എന്താണ്? രക്തത്തിൻ്റെ, ചോരയുടെ നിറമാണ് ചെമപ്പ്, രക്തത്തിൻ്റെ നിറമാണ്. അപ്പോൾ കുറ്റവാളി ഏതെങ്കിലും തരത്തിലുള്ള ക്രൈം, കൊലപാതകമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അടിപിടി അക്രമമൊക്കെ നടത്തിയ ഒരാളെ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടില്ലേ? ഒരാളെ വെടിവെച്ചിടുന്നു അല്ലെങ്കിൽ കത്തിക്ക് കുത്തുന്നു, ആ കത്തി ഏന്തി നിൽക്കുമ്പോൾ തന്നെ പോലീസ് വരുന്നു. കറക്റ്റ് ടൈമിങ്ങിൽ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അപ്പോൾ എന്താണ്? കയ്യിൽ രക്തം പുരണ്ടിരിക്കവേ തന്നെ തെളിവ് സഹിതം പിടികൂടുന്നു. അതാണ് കൈയോടെ പിടികൂടുക എന്ന് പറയുന്നത്. അതാണ് ക്യാച്ച് ഓൺ റെഡ് ഹാൻഡഡ്. രക്തം പുരണ്ട കൈകളോടുകൂടി തന്നെ പിടിക്കുക. അപ്പോൾ പിന്നെ തെറ്റ് ചെയ്തു എന്നുള്ളതിന് വേറെ തെളിവിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ. അതാണ് കൈയോടെ പിടികൂടുക എന്നാണ് അതിന് തുല്യമായ മലയാള ശൈലി. മറ്റൊന്ന് നോക്കൂ: കർട്ടൻ ലെക്ചർ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിന് ചേരുന്ന മലയാള ശൈലി. കർട്ടൻ ലെക്ചർ തന്നിരിക്കുന്നത് തലയിണ മന്ത്രം, മുതലക്കണ്ണീർ, ആത്മപ്രശംസ ചെയ്യൽ, വനരോധനം. ഇതിന് തുല്യമായ മലയാള ചൊല്ല് തലയിണ മന്ത്രം എന്നതാണ്. കർട്ടൻ ലെക്ചർ എന്നതിന് ചേരുന്ന മലയാള ശൈലി തലയിണ മന്ത്രം എന്നാണ്. എന്താണ് ഈ തലയിണ മന്ത്രം എന്നുള്ള ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്? തലയിണയിൽ മന്ത്രിക്കുന്നതല്ല. അതായത്
ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നപ്പോഴാണ് കിടപ്പറയിലാണ്. അപ്പോൾ അവിടെ ഈ തലയണ മാത്രമാണ് ഇതിന് സാക്ഷിയായിട്ടുള്ളത്. തലയണയ്ക്ക് മാത്രം കേൾക്കത്തക്കവണ്ണം, അവർക്ക് രണ്ടുപേർക്ക് മാത്രം കേൾക്കത്തക്കവണ്ണം മന്ത്രം പറയുന്ന മാതിരി സംസാരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്? മറ്റാരും അറിയരുതാത്ത രഹസ്യം. മാത്രമല്ല ആ രഹസ്യം പലപ്പോഴും എന്താണ്, വേറെ ആരും അറിയാതെ, പലപ്പോഴും അമ്മായിയമ്മയുടെ പരാതിയൊക്കെയാണ് ഭാര്യ പറയുക, അല്ലെങ്കിൽ മറ്റൊരാളുടെ പരാതിയാണ് ഭർത്താവ് പറയുക. അപ്പോൾ ആ തങ്ങളിൽ തൻ്റെ വരുതിക്ക് വരുത്താൻ വേണ്ടി നടത്തുന്ന ഉപജാപത്തെയാണ് തലയിണ മന്ത്രം എന്ന് പറയുക. അതാണ് കർട്ടൻ ലെക്ചർ എന്നതിൻ്റെ മലയാള ശൈലി. നോക്കൂ മറ്റൊരു ചോദ്യം. ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനമാണ്. അവിടെ റോസാപ്പൂവില്ല പക്ഷേ മുള്ളുണ്ട്, മുള്ളില്ലാത്ത റോസാച്ചെടിയില്ല, അവിടെ റോസാപ്പൂവ് മുള്ളുമില്ല, ആ റോസാച്ചെടിയിൽ മുള്ളുണ്ട്. ഇത് പദാനുപദ തർജ്ജമയ്ക്ക് ഉദാഹരണമാണ്. ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്ന് വെച്ചാൽ എന്താണ്? അവിടെ അതിൻ്റെ ശരിയെ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു, ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ്, അവിടെ റോസാപ്പൂവില്ല പക്ഷേ തോൺസ് മുള്ളുണ്ട് എന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല അതിൻ്റേത്. മുള്ളില്ലാത്ത റോസാച്ചെടിയില്ല, അതാണ്. ബട്ട് ഹാസ് തോൺസ് എന്നാണ്. ബട്ട് തോൺസ് എന്നല്ല. ദർ ഈസ് നോ റോസ് ബട്ട് തോൺസ് എന്നായിരുന്നെങ്കിൽ അവിടെ റോസുകളില്ല മുള്ളുകളെ ഉള്ളൂ ആയിരുന്നേനെ. പക്ഷേ ദർ ഈസ് നോ റോസ് ബട്ട് ഹാസ് തോൺസ് എന്ന് പറഞ്ഞാൽ റോസയ്ക്ക് മുള്ളുണ്ടാകും, മുള്ളില്ലാത്ത റോസാച്ചെടിയില്ല എന്നാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. നോക്കൂ അടുത്ത ചോദ്യം. പരിഭാഷപ്പെടുത്തുക. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. ഇവിടെ പദാനുപദ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: അവർ ദരിദ്രരായി തുടരും, ദാരിദ്ര്യം മാറ്റി മുന്നോട്ട് പോകണം, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും, ദാരിദ്ര്യം മാറ്റാൻ കഴിയില്ല. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. അവിടെ വാട്ട് എവർ യു ഡു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും ഈ സാധനം അവിടെ വരണം. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും, അപ്പം ശരി ഉത്തരം അതാണ് ഓപ്ഷൻ സി. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും അവർ ദരിദ്രരായി തുടരും. അതാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. വാട്ട് എവർ യു ഡു ദേ വിൽ കണ്ടിന്യൂ ടു ദി പുവർ. നോക്കൂ മറ്റൊന്ന്. സ്റ്റാറ്റസ് കോ എന്നതിൻ്റെ മലയാള പരിഭാഷയാണ് ഔന്നത്യം, പദവി, അടിസ്ഥാന സൗകര്യം, മാറ്റമില്ലാത്ത സ്ഥിതി. ഇതൊരു ലാറ്റിൻ ഫ്രൈസാണ്. പല ലാറ്റിൻ ഫ്രൈസുകൾ നമ്മളിങ്ങനെ ശൈലിയാക്കി എടുക്കാറുണ്ട്, പ്രത്യേകിച്ച് കോടതി വ്യവഹാരവുമായൊക്കെ ബന്ധപ്പെട്ട്. അത്തരത്തിലൊന്നാണ് സ്റ്റാറ്റസ് കോ. പലപ്പോഴും കോടതി ഉത്തരവിടാറുണ്ട് ടു മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ തൽസ്ഥിതി തുടരുക എന്നതാണ് അതിൻ്റെ ശരിയായ മലയാളം. സ്റ്റാറ്റസ് കോ തൽസ്ഥിതി, മെയിൻറ്റെയിൻ ദി സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ തൽസ്ഥിതി തുടരുക. അപ്പോൾ ഇവിടെ തൽസ്ഥിതി എന്നൊരു ഓപ്ഷൻ ഇല്ല. പകരം അതേ അർത്ഥം വരുന്ന മറ്റൊരു ഉത്തരമുണ്ട്, ഓപ്ഷൻ ഉണ്ട്. ഏതാണ്? മാറ്റമില്ലാത്ത സ്ഥിതി. അതാണ് അതിൻ്റെ ശരി ഉത്തരം. മാറ്റമില്ലാത്ത സ്ഥിതി, അതാണ് തൽസ്ഥിതി എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് കോ അതൊരു ലാറ്റിൻ പദമാണ്. ഇതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലാറ്റിൻ പദം ഉണ്ട്, പ്രൈമാ ഫേസി, അല്ലേ? ഇതും പലപ്പോഴും കോടതി വ്യവഹാരവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രൈമാ ഫേസി, പ്രഥമ ദൃഷ്ട്യ, ഒറ്റ നോട്ടത്തിൽ എന്നാണ് എൻ്റെ മലയാളം. പ്രഥമ ദൃഷ്ട്യ അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ, അതാണ് പ്രൈമാ ഫേസി എന്ന് നമ്മൾ പറയുന്നത്. നോക്കൂ മറ്റൊന്ന്. പെനി വൈസ് പൗണ്ട് ഫൂളിഷ്. ഇതിന് അനുയോജ്യമായ മലയാള ചൊല്ല് പെനി വൈസ് പൗണ്ട് ഫൂളിഷ്. ഇവിടെ പദാനുപദ തർജ്ജമയല്ല, അതിന് യോജിച്ച മലയാള ചൊല്ലാണ് ചോദിക്കുന്നത്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും, അഴകുള്ള ചക്കയിൽ ചുളയില്ല, അല്പന അർദ്ധമുണ്ടായാൽ അർദ്ധരാത്രിക്ക് കുടപിടിക്കും, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും എന്നിവയാണ് തന്നിരിക്കുന്ന ഓപ്ഷനുകൾ. നമുക്ക് ശൈലി നോക്കാൻ എന്ത് ചെയ്യണം? ഇൻഡയറക്റ്റ് മീനിങ് ആണ് നോക്കേണ്ടത്, വ്യംഗ്യാർത്ഥം. ആദ്യത്തെ നോക്കാം. പെനി. എന്താണ് പെനി എന്ന് പറയുന്നത്? പൗണ്ടിൻ്റെ പൈസയാണ്. ഇപ്പോൾ നമ്മൾ രൂപ പൈസ എന്ന് പറയുന്നത് പോലെ യൂറോപ്പിൽ ഉപയോഗിക്കുന്നതാണ് പൗണ്ടും പെനിയും. ഇപ്പോൾ നമുക്ക് 100 പൈസ ചേരുന്നതാണ് ഒരു രൂപ, അതുപോലെ അവിടെ 100 പെനി ചേരുന്നതാണ് ഒരു പൗണ്ട്. അപ്പോൾ നമ്മുടെ പൈസ പോലെയാണ് പെനി എന്ന് പറയുന്നത്. പൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ രൂപ പോലെ അവിടുത്തെ കറൻസിയാണ്. പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് വെച്ചാൽ പൈസ കൊള്ളാം, പൈസയാണ് നല്ലത്, പൗണ്ട് മോശം. നമ്മൾ പറയില്ല മറ്റേ എനിക്ക് 1000 വേണ്ട 900 മതി എന്ന് പറയുന്നത്. 1000 വേണ്ട 900 മതി എന്ന് പറയും പോലെ പൈസ കൊള്ളാം, പൈസ കാരണം കുറേ പൈസ അടുക്കി വെച്ചിരിക്കുന്നു. 100 പൈസ അല്ലെങ്കിൽ 200 പൈസ, പക്ഷേ 3 പൗണ്ട് അത് അല്ലെങ്കിൽ 3 രൂപ. നോക്കൂ, യഥാർത്ഥത്തിൽ 100 പൈസ എന്ന് പറയുമ്പോൾ എണ്ണം 100 ഉണ്ടെങ്കിൽ 1 രൂപയാകുന്നുള്ളൂ. പക്ഷേ 3 രൂപ എന്ന് പറയുമ്പോൾ 300 പൈസയായി. പക്ഷേ എന്നാൽ പറയുമ്പോൾ എങ്ങനെയാണ്? 100 പൈസ വേണോ 3 രൂപ വേണമെന്ന് ചോദിച്ചാൽ ഇത് അറിഞ്ഞില്ലാത്തവരാണെങ്കിൽ പറയും 3 ഉള്ളൂ, 100 പൈസ. അതാണ് പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്ന് പറയുന്നത്. അതായത് ചെറുതാണ് വലുതെന്ന് തോന്നിക്കും. അപ്പോൾ അതിന് തുല്യമായ
മലയാള ചൊല്ലാണ്. ആന ചോരുന്നതറിയില്ല, പേൻ ചോരുന്നതറിയും. അതാണ് ആന ആന ഭയങ്കര സാധനമാണ്, അതിന് ആന പോയാൽ അറിയില്ല, ചെറിയ കാണാൻ വളരെ പ്രയാസമുള്ള പേൻ ചോരുന്നതറിയും എന്നുള്ളതാണ് പെനി വൈസ് പൗണ്ട് ഫൂളിഷ് എന്നതിന് തുല്യമായ മലയാള ചൊല്ല്. മറ്റൊന്ന് നോക്കൂ, ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം. ആപ്പിൾ ഓഫ് ദി ഐ, ആൻ ആപ്പിൾ ഇൻ ഓൺസ് ഐ എന്നൊക്കെ പറയാറുണ്ട്. ആപ്പിൾ കണ്ണുകൾ, വലിയ കണ്ണുകൾ, കണ്ണിലുണ്ണി, കൺകുരു. ഇത് സാധാരണ എല്ലാ PSC പഠിതാക്കൾക്ക് നല്ല പരിചയമുള്ളതാണ്. കണ്ണിലുണ്ണി, കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദി ഐ എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷയാണ് കണ്ണിലുണ്ണി, കണ്ണിലുണ്ണി. നോക്കൂ മറ്റൊന്ന്, ശരിയായ വിവർത്തനമേത്? ദി ബ്ലഡ് ഓഫ് ദി റവല്യൂഷണറീസ് കോഴ്സ് ത്രൂ ദി സ്ട്രീറ്റ്സ്. ദി ബ്ലഡ് ഓഫ് ദി റവല്യൂഷണറീസ് കോഴ്സ് ത്രൂ ദി സ്ട്രീറ്റ്സ്. ഇവിടെ പദാനുപദ തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷനുകൾ: വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ ചുവപ്പിച്ചു, വിപ്ലവകാരികളുടെ തെരുവ് രക്തത്തിൽ കുളിച്ചു, വിപ്ലവകാരികളുടെ രക്തം തെരുവിനെ പാഠങ്ങൾ പഠിപ്പിച്ചു, വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. കോഴ്സ്ഡ് ത്രൂ എന്ന് വെച്ചാൽ കടന്നു പോവുക, ഒഴുകിപ്പോവുക എന്നൊക്കെയാണ് കോഴ്സ്ഡ് ത്രൂ. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? അവസാനത്തേതാണ്, ഓപ്ഷൻ ഡി. വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി, വിപ്ലവകാരികളുടെ രക്തം തെരുവിലൂടെ ഒഴുകി. അതാണ് ദി ബ്ലഡ് ഓഫ് ദി റവല്യൂഷണറീസ് കോഴ്സ്ഡ് ത്രൂ ദി സ്ട്രീറ്റ്സ് എന്നതിൻ്റെ ശരിയായ മലയാള പരിഭാഷ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്. പരിഭാഷ എന്ത്? ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്. സീഡ് എന്താണ്? സീഡ് വിത്ത്, വിത്ത്. സ്പ്രൗട്ട് എന്താ? മുളപ്പ്, കുരുപ്പ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇനി നോക്കാൻ ഉത്തരം നോക്കാം. വിതച്ചത് കൊയ്യും, ഗുണം വിത്തിലറിയാം, വിത്ത് ഗുണം 10 ഗുണം, വിതയ്ക്കുന്നവനുണ്ടോ കൊതിക്കുന്നു. ഇവിടെ ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്, അതിൻ്റെ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. വിത്ത് ഗുണം 10 അല്ലെങ്കിൽ വിത്ത് ഗുണം 10 ഗുണം. അതാണ് ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്. എങ്ങനെയാണോ വിത്ത് അതുപോലെയാണ് അതിൻ്റെ മുളപ്പ്. അതാണ് വിത്ത് ഗുണം 10 ഗുണം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ജന്മസ്വഭാവം കാണിക്കും, അത് തന്നെയാണ് നമ്മുടെ പാരമ്പര്യ ഗുണം കാണിക്കും. അതാണ് വിത്ത് ഗുണം 10 എന്ന് പറയുന്നത്. അടുത്ത നോക്കൂ, പ്രോസസ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ. പ്രോസസ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ: കൈവശം വയ്ക്കുക, നിയമം, നടപടികൾ, തെളിവ്. പ്രോസസ് എന്നതിൻ്റെ ശരിയായ മലയാളം പ്രക്രിയ എന്നാണ്, പ്രക്രിയ. പക്ഷേ ഇവിടെ ആ ഓപ്ഷൻ ഇല്ലെങ്കിലും അതിന് സമാനമായി വരുന്ന ഓപ്ഷനുണ്ട്, അതാണ് നടപടികൾ, നടപടികൾ. അതാണ് ശരി. പ്രോസസ്. ഇത് ആറില്ല, പൊസസ് എന്നാണെങ്കിൽ, ആറില്ലാതെ POSESS പൊസസ് എന്നാണെങ്കിൽ കൈവശം വയ്ക്കൽ വന്നേനെ. ഇത് പ്രോസസ് എന്നുള്ളത് നടപടികൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രക്രിയ എന്നാണ്. അതേസമയം ഇത് പൊസസ് എന്നാണെങ്കിൽ കൈവശം വയ്ക്കുക എന്ന് വന്നേനെ. പൊസഷൻ സർട്ടിഫിക്കറ്റ്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന അതാണ്. നോക്കൂ, ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? ടിറ്റ് ഫോർ ടാറ്റ് എന്നതിന് കൊടുക്കാവുന്ന മലയാള ശൈലികൾ ഏതെല്ലാം? 1 ഉരുളക്കുപ്പേരി, 2 പകരത്തിന് പകരം, 3 ആവശ്യത്തിന് വേണ്ടി, 4 ഇതൊന്നുമല്ല. ഓപ്ഷൻ എ 1, 2 ശരി, 3, 4 ശരി, എല്ലാം ശരി, ഒന്നും ശരിയല്ല. എന്താണ് ടിറ്റ് ഫോർ ടാറ്റ് എന്നതിൻ്റെ ശരിയായ മലയാളം? അതിന് തുല്യമായി ഉപയോഗിക്കുന്ന മലയാളം ഉരുളക്കുപ്പേരി എന്നതാണ്. ടിറ്റ് ഫോർ ടാറ്റിന് തുല്യമായി ഉപയോഗിക്കുന്ന മലയാള ശൈലി ഉരുളക്കുപ്പേരി എന്നതാണ്. എന്നാൽ അതേ അർത്ഥം വരുന്നത് തന്നെയല്ലേ പകരത്തിന് പകരം? ഇല്ലേ, നമ്മൾ കണ്ണിന് കണ്ണ്, ചോരയ്ക്ക് ചോര എന്ന് പറയുന്ന പോലെ പകരത്തിന് പകരം. അതാണ് ഉരുളക്കുപ്പേരി, ചുട്ട മറുപടി, തക്ക മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ശരിയാണ്? 1 ശരിയാണ്, 2 ശരിയാണ്. അതായത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. 1, 2 എന്നിവ ശരിയായി വരുന്നു. ഓപ്ഷൻ എ, അതായത് ഉരുളക്കുപ്പേരി എന്നത് ശരിയാണ്, പകരത്തിന് പകരം എന്നതും ശരിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന ഇംഗ്ലീഷ് ശൈലി മലയാളത്തിലാക്കുമ്പോൾ സ്വീകരിക്കാവുന്ന അർത്ഥം. ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ് സ്വീകരിക്കാവുന്ന അർത്ഥം: നഷ്ടപരിഹാരം, നിസാര വിഷയം, തർക്ക വിഷയം, നാനാത്വം. ഡിസ്കോഡ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഡിസ്കോഡ് എന്ന് വെച്ചാൽ തീരുമാനത്തിലാവാതിരിക്കുക, ഉറപ്പില്ലാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, തർക്ക വിഷയം. തർക്ക വിഷയം, അതാണ് ആൻ ആപ്പിൾ ഓഫ് ഡിസ്കോഡ്. തർക്ക വിഷയം എന്നതാണ് അതിന് തുല്യമായ മലയാള ശൈലി, മലയാള പ്രയോഗം. മറ്റൊരു ചോദ്യം അതിങ്ങനെയാണ്: സബ്മിഷൻ എന്നതിൻ്റെ ശരിയായ പരിഭാഷ. സബ്മിഷൻ എന്നതിൻ്റേത് അയക്കുക, ഏൽപ്പിക്കുക, സമർപ്പണം, ചുമതലപ്പെടുത്തുക.
സബ്മിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, പ്രക്രിയയാണ് സബ്മിഷൻ. സബ്മിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? സമർപ്പിക്കുക. നമ്മൾ തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തു, അല്ലെങ്കിൽ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തു, നോട്ട് സബ്മിറ്റ് ചെയ്തു എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? സമർപ്പിക്കുക. അപ്പോൾ സബ്മിഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ നാമരൂപം സമർപ്പണം എന്നതാണ്. സബ്മിഷൻ, സമർപ്പണം എന്നാണ്. ഇപ്പോൾ നമ്മൾ നിയമസഭയിൽ ചില സന്ദർഭങ്ങളിൽ സബ്മിഷൻ പാസ്സാക്കും. അതായത് ഏതെങ്കിലും ഒരു അംഗം സമർപ്പിച്ച ഒരു പ്രത്യേക കാര്യം അത് അനുകൂലമാണെങ്കിൽ പാസ്സാക്കും, അല്ലെങ്കിൽ തള്ളിക്കളയും. അതാണ് സബ്മിഷൻ എന്ന് പറയുന്നത്, സമർപ്പണം. നിങ്ങളിനി സർവീസ് കയറി കഴിയുമ്പോൾ ലീവിന് വേണ്ടിയിട്ടൊക്കെ അപേക്ഷ കൊടുക്കുമ്പോൾ സബ്മിഷൻ, ലീവിന് വേണ്ടി അല്ലെങ്കിൽ PF-ൻ്റെ ലോൺ അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ കടലാസുകൾ കൊടുക്കും. എത്രയും പെട്ടെന്ന് അതിനുള്ള ഇടം നിങ്ങൾക്ക് വരട്ടെ, നിങ്ങൾക്ക് PF-ൽ അടയ്ക്കാൻ, ലോൺ എടുക്കാനല്ല, PF-ലേക്ക് അടയ്ക്കാനും മറ്റ് അവധി എടുക്കാനുമുള്ള അപേക്ഷ കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് സബ്മിഷൻ എന്നാണ് നമ്മളതിന് പറയുക. ഞാൻ സമർപ്പിക്കുന്നു. അത് സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാം. സ്വീകരിച്ചാലേ നമുക്കതിന് അർഹതയുള്ളൂ എന്ന് മാത്രം. അതാണ് സബ്മിഷൻ. സബ്മിറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ സമർപ്പിക്കുക. അതിൻ്റെ നൗൺ ഫോമാണ്, നാമരൂപമാണ് സബ്മിഷൻ, മലയാളത്തിൽ സമർപ്പണം. മറ്റൊരു ചോദ്യം നോക്കാം. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. വളരെ സുപരിചിതമായ ശൈലിയാണ് എല്ലാവർക്കും. വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, താൻ പാതി ദൈവം പാതി, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും, ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട്. ഇതിൻ്റെ ശരിയായ പദാനുപദ തർജ്ജമ എടുത്താൽ അവസാനത്തേതാണ്. ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട്, അല്ലേ? വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട്. അത് പദാനുപദ തർജ്ജമ. പക്ഷെ അതിന് തുല്യമായി മലയാളത്തിൽ, അതായത് ആഗ്രഹമുണ്ടെങ്കിൽ വഴിയുമുണ്ട് എന്നതിന് തുല്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്ന ചൊല്ല് ഓപ്ഷൻ സി ആണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. അതാണ് അവിടെ സമാനമായ പഴഞ്ചൊല്ലാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് പദാനുപദ തർജ്ജമയേ ഉള്ളൂ. അപ്പോൾ പഴഞ്ചൊല്ല് ശരിയായി വരുന്നത് ഇതാണ്, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. മറ്റൊരു ചോദ്യം നോക്കാം. ക്യൂർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ടർത്ഥമാക്കുന്നത് എന്ത്? ക്യൂർ ഫിഷ്, വിചിത്ര മനുഷ്യൻ, കുറ്റവാളി, വിഷമത്സ്യം, സുന്ദരിയായ സ്ത്രീ. ക്യൂർ എന്നതുകൊണ്ട് സ്ട്രെയിഞ്ച് എന്നാണ് അർത്ഥം. നിങ്ങൾ ഡിക്ഷണറി നോക്കിയാൽ ക്യൂർ എന്നതിന് കാണുന്നത് സ്ട്രെയിഞ്ച് എന്നാണ്. ഫിഷ് എന്ന് വെച്ചാൽ മീനാണെന്ന് നമുക്കറിയാം. അപ്പോൾ സ്ട്രെയിഞ്ച് ഫിഷ്, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തോന്നും വിഷമത്സ്യമല്ലേ എന്ന് തോന്നും. അല്ല, നമുക്കറിയാം പ്രയോഗങ്ങൾ, ശൈലികളെല്ലാം ഇൻഡയറക്റ്റ് മീനിങ് ആണ് വേണ്ടത്. അപ്പോൾ ക്യൂർ ഫിഷ് എന്നുള്ളതിൻ്റെ ശരിയായത്, ക്യൂർ എന്ന് വെച്ചാൽ വിചിത്രം, സ്ട്രെയിഞ്ച് ആയത്. അപ്പോൾ വിചിത്ര മനുഷ്യൻ എന്ന ആദ്യത്തെ ഓപ്ഷനാണ് ശരി. ഹീസ് എ ക്യൂർ ഫിഷ് എന്ന് വെച്ചാൽ അയാളൊരു വിചിത്ര മനുഷ്യനാണ് എന്നാണ്. നമ്മൾ ചില ആൾക്കാരെയൊക്കെ പറയും ഹീസ് എ ക്യൂർ ഫിഷ്, വിചിത്ര മനുഷ്യൻ. നമ്മൾ അതിബുദ്ധിമാന്മാരായ ചില ആൾക്കാരെയും അങ്ങനെ പറയും, വിചിത്ര മനുഷ്യൻ. ഇപ്പോൾ ഐൻസ്റ്റീനെ കുറിച്ച് ഒക്കെ നമ്മൾ പറയാറുണ്ട്, വിചിത്ര മനുഷ്യനായിരുന്നു. ഐൻസ്റ്റീൻ അതിബുദ്ധിമാനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ പല പ്രവൃത്തികളും സാമാന്യ യുക്തിക്ക് നിരക്കാത്തതായിരുന്നു, ഇല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തിക്കുന്നവരെയാണ് ക്യൂർ ഫിഷ് എന്ന് പറയുന്നത്. മറ്റൊന്ന് നോക്കൂ. Uneasy lies the head that wears the crown. Uneasy lies the head that wears the crown എന്നതിൻ്റെ മലയാള പരിഭാഷ താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുത്തെഴുതുക. ഇവിടെ പദാനുപദ തർജ്ജമയാണ് ചോദിക്കുന്നത്. അൺഈസി ലൈസ് ദി ഹെഡ് ദാറ്റ് വെയേഴ്സ് ദി ക്രൗൺ. അൺഈസി എന്ന് വെച്ചാൽ എന്താണ്? അൺഈസി എന്ന് വെച്ചാൽ അസ്വസ്ഥത അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നൊക്കെയാണ്. അത് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹെഡ് ദാറ്റ് വെയേഴ്സ് ദി ക്രൗൺ. ക്രൗൺ എന്താ? കിരീടം. കിരീടം അണിയുന്ന തലയ്ക്ക് കീഴെയാണ് എന്തുള്ളത്? അസ്വസ്ഥതയുള്ളത് എന്നാണ് അപ്പോൾ അതിൻ്റെ ശരിയായത്. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷനുകൾ നോക്കാം. കിരീടം ധരിച്ച ശിരസ് അലസമായിരിക്കും. അലസമായ ശിരസിലാണ് കിരീടം ധരിച്ചിരിക്കുന്നത്. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. കിരീടധാരണം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇവിടെ അൺഈസി എന്നതിന് അലസത എന്നുള്ള അർത്ഥം വരില്ല. അൺഈസി എന്ന് വെച്ചാൽ അസ്വസ്ഥത എന്നാണ്, സുഖമില്ലായ്മ, ഈസി അല്ലാത്ത അസ്വസ്ഥത. അപ്പോൾ ഇവിടെ ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി, കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. അതാണ്, അതായത് അധികാരം എപ്പോഴും നമുക്ക് അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. സംഗതി കിരീടമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ എപ്പോഴും പ്രശ്നങ്ങൾക്ക് മേൽ പ്രശ്നങ്ങളുമായിരിക്കും. അതാണ് അൺഈസി ലൈസ് ദി ഹെഡ് ദാറ്റ് വെയേഴ്സ് ദി ക്രൗൺ. കിരീടം ധരിക്കുന്ന ശിരസ് അസ്വസ്ഥമായിരിക്കും. മറ്റൊന്ന് നോക്കാം. വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അടിവരയിട്ട ഭാഗത്തിന് യോജിച്ച് തിരഞ്ഞെടുക്കുക. വില്യം വേർഡ്സ്വർത്ത് വാസ് എ മേജർ ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയറ്റ്. അടിവരയിട്ടിരിക്കുന്നത് റൊമാൻറ്റിക് പോയറ്റ്. അതിന് യോജിച്ച് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ചോദ്യം. ആധുനിക കവി, യഥാർത്ഥ കവി, കാൽപ്പനിക കവി, പ്രാചീന കവി. അപ്പോൾ ഇവിടെ റൊമാൻറ്റിക് പോയറ്റ് എന്നതിന് ശരിയായത് ഓപ്ഷൻ സി, കാൽപ്പനിക കവി എന്നുള്ളതാണ്. കാൽപ്പനിക കവി. ആധുനിക കവി എന്ന് വെച്ചാൽ
അതിൻ്റെ ഇംഗ്ലീഷ് മോഡേൺ പോയറ്റ് എന്നാണ്. ആധുനിക കവി, മോഡേൺ പോയറ്റ്. യഥാർത്ഥ കവി എന്നുള്ളതിന് റിയൽ പോയറ്റ് എന്നാണ് പറയുന്നത്. ഇനി യഥാതഥാ കവി അങ്ങനെയാണെങ്കിൽ റിയലിസ്റ്റിക് പോയറ്റ്, അതായത് യഥാതഥാവാദം, റിയലിസവുമായി ബന്ധപ്പെട്ടത്. അപ്പോൾ റിയലിസ്റ്റിക് പോയറ്റ് എന്നുള്ളതാണ് യഥാതഥ. ഇത് യഥാർത്ഥമാകുമ്പോൾ റിയലേ ആവുന്നുള്ളൂ. പ്രാചീന കവിയുടേത് ഏൻഷ്യൻ്റ് പോയറ്റ് എന്നാണ്. ഏൻഷ്യൻ്റ് പോയറ്റാണ് പ്രാചീന കവി. റൊമാൻറ്റിക് പോയറ്റിൻ്റെത് കാൽപ്പനിക കവി എന്നാണ്. റൊമാൻറ്റിസിസം, അതാണ് റൊമാൻറ്റിക് എന്ന വാക്കിൽ നിന്നാണ് റൊമാൻറ്റിസിസം. എന്താണ് റൊമാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം? റൊമാൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഭാവന, സങ്കല്പം, കൽപ്പന എന്നൊക്കെയാണ്. അങ്ങനെ ആ കൽപ്പനയിൽ നിന്നുണ്ടാകുന്നതിനെ, കാൽപ്പനികമായ കവിത എഴുതുന്ന ആളിനെയാണ് കാൽപ്പനിക കവി, റൊമാൻറ്റിക് പോയറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം നോക്കാം. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. ഡോക്ടർ എന്തു ചെയ്യുകയായിരുന്നു? ഇത് വളരെ അപൂർവമായിട്ടാണ് ഇത്തരം ചോദ്യമാതൃകൾ ചോദിച്ചിട്ടുള്ളത്. ഇതും പരിഭാഷ തന്നെയാണ്. അതായത് ഇംഗ്ലീഷിൽ ഒരു ചെറിയ ഖണ്ഡിക തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം എഴുതേണ്ടത് മലയാളത്തിലാണ്. ചോദ്യവും മലയാളത്തിലാണ്, ഉത്തരവും മലയാളത്തിലാണ്. അപ്പോൾ ശരിക്കും എൻ്റെ പരിഭാഷ മനസ്സിലാക്കിയേ കഴിയൂ. നോക്കൂ, ദി ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദി ഹോമിയോപാത്ത്. ഹോമിയോപാത്ത് എന്ന് വെച്ചാൽ ഹോമിയോപ്പതി ഡോക്ടറുടെ ഭാഗത്ത് നിന്നാണ് ആ ചോദ്യം വന്നത്. ദി ടോപ്പിക് കെയിം അപ്പ് വെൻ വി വെയർ ഡിസ്കസിങ് സ്നേക്സ്. ആ ചോദ്യം ഉയർന്നു വന്നത്, ആ വിഷയം ഉയർന്നു വന്നത് എപ്പോഴാണ്? നമ്മൾ സർപ്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി, നമ്മൾ ശ്രദ്ധയോടെ കേട്ടിരുന്നു. ആസ് ദി ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദി ടെയിൽ. ആ ഡോക്ടർ തൻ്റെ കഥ തുടരുന്നതനുസരിച്ച് നമ്മൾ ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരുന്നു എന്നാണ് എൻ്റെ മലയാളം. അതായത് ആ ചോദ്യം വന്നത് ആ ഹോമിയോ ഡോക്ടറുടെ ഭാഗത്ത് നിന്നാണ്. ഈ വിഷയം ഉയർന്നു വന്നത് നമ്മൾ സർപ്പങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഡോക്ടർ കഥ തുടരവേ നമ്മൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്നു. ഇതാണ് എൻ്റെ ഇത്. ഇനി ചോദ്യം ഡോക്ടർ എന്ത് ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരത്തിലെത്താം. ഡോക്ടർ എന്ത് ചെയ്യുമായിരുന്നു? ആസ് ദി ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദി ടെയിൽ. അപ്പോൾ എന്താണ്? ഡോക്ടർ വാസ് സേയിങ് ദി ടെയിൽ, അല്ലെങ്കിൽ ഡോക്ടർ വാസ് കണ്ടിന്യൂയിങ് വിത്ത് ദി ടെയിൽ. അപ്പോൾ അദ്ദേഹം എന്ത് പറയുകയായിരുന്നു? ഒരു കഥ വിവരിക്കുകയായിരുന്നു, അല്ലേ? ടെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കഥ, നാടോടി കഥ എന്നൊക്കെയാണ്. ഒരു കഥ വിവരിക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ എന്ത് ചെയ്യായിരുന്നു എന്നുള്ള ഉത്തരം അതാണ്. ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദി ടെയിൽ. അപ്പോൾ കഥ പറയുകയായിരുന്നു. ക്ലിയർ ആയല്ലോ? നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ലയൺസ് ഷെയർ എന്നതിന് സമാനമായ മലയാള ശൈലി. ലയൺ ഷെയർ, സിംഹാസനം, സിംഹഗർജനം, സിംഹഭാഗം, സിംഹരാജാവ്. ലയൺ ഷെയർ എന്നതിന് ഓപ്ഷൻ സി സിംഹഭാഗം എന്ന് വെച്ചാൽ വലിയ ഭാഗം, ഭൂരിഭാഗം എന്നൊക്കെയാണ്. അവിടെ നമ്മൾ ഈ ഏതെങ്കിലും തരത്തിലുള്ള അഗ്രസീവായുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് സിംഹഭാഗം എന്ന് പറയുക. ഇപ്പോൾ നമ്മൾ പറയും ഒരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ജീവിയുടെ മാംസത്തിൻ്റെ സിംഹഭാഗവും ഇന്നയാൾ കൊണ്ടുപോയി എന്നൊക്കെ പറയും. അത്തരത്തിലുള്ളപ്പോഴാണ് കൂടുതൽ ഭാഗം എന്ന അർത്ഥത്തിലാണ്, ഭൂരിപക്ഷം എന്ന അർത്ഥത്തിലാണ് സിംഹഭാഗം. മേജർ പോർഷൻ, അതാണ് അതിൻ്റെ ശരിയായ പദാനുപത തർജ്ജമ. മേജർ പോർഷൻ, അതാണ് ലയൺ ഷെയർ, സിംഹഭാഗം. അടുത്തൊരു ചോദ്യം അതിങ്ങനെയാണ്. ദി ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ. ഉചിതമായ മലയാള പരിഭാഷ ഏത്? ദി ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ. ഇവിടെ പദാനുപത തർജ്ജമയാണ് വേണ്ടത്. ആ പെൺകുട്ടി അമ്മയെപ്പോലെയാണ്, അമ്മ ആ പെൺകുട്ടിയെപ്പോലെയാണ്, ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്, പെൺകുട്ടി അമ്മയെപ്പോലെയാണ്. ദി ഗേൾ ലുക്സ് ലൈക്ക് ഹർ മദർ. ഇതിൻ്റെ ശരിയായ തർജ്ജമ ഓപ്ഷൻ സി, ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ് എന്നാണ്. ആ പെൺകുട്ടി അമ്മയെപ്പോലെയാണെന്ന് പറയുമ്പോൾ വേറെ ആരുടെയെങ്കിലും അമ്മയെപ്പോലെ ആകാം. അമ്മ ആ പെൺകുട്ടിയെ പോലെയാണെന്ന് പറയുമ്പോൾ പെൺകുട്ടിയല്ല സാദൃശ്യപ്പെടുത്തിയ അമ്മയാണ്. അമ്മയെ കണ്ടിട്ട് കുട്ടിയെപ്പോലെ ഇരിക്കുന്നു, അങ്ങനെയല്ല, കുട്ടിയെ കണ്ടിട്ട് അമ്മയെപ്പോലെ ഇരിക്കുന്നു. ഇനി പെൺകുട്ടി അമ്മയെപ്പോലെയാണെന്ന് പറയുമ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ ഓപ്ഷൻ പോലെ ആ വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റാരുടെ അമ്മയായി പോകാം. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്, ആ പെൺകുട്ടി അവളുടെ അമ്മയെപ്പോലെയാണ്. മറ്റൊന്ന് നോക്കൂ. ഹി സ്പോക്ക് അണ്ടർ ഹിസ് ബ്രത്ത് എന്നതിൻ്റെ ശരിയായ പരിഭാഷ. സ്പോക്ക് എന്ന് വെച്ചാൽ സംസാരിക്കുക, അതിൻ്റെ സ്പീക്ക് അതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പോക്ക്. അണ്ടർ ഹിസ് ബ്രത്ത്, ബ്രത്ത് എന്ന് വെച്ചാൽ ശ്വാസം. അപ്പോൾ ശ്വാസത്തിന് കീഴെ സംസാരിച്ചു. പെട്ടെന്ന് നമുക്ക് തോന്നും ശ്വാസത്തിന് കീഴെ സംസാരിച്ചു എന്താണ്, മരിക്കാൻ പോവുകയാണോ എന്നൊക്കെ തോന്നും. എന്നാൽ നോക്കാം. അവൻ മുഖം താഴ്ത്തി പറഞ്ഞു, അവൻ പതുക്കെ പറഞ്ഞു, അവൻ ശ്വാസം വിടാതെ പറഞ്ഞു, ശ്വാസം നിലയ്ക്കും വരെ അവൻ എന്നാണ്.
അവിടെ നോക്കൂ, സ്പോക്ക് അണ്ടർ ഹിസ് ബ്രത്ത് എന്ന് വെച്ചാൽ ശ്വാസത്തെക്കാൾ പതുക്കെ. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ശബ്ദം കുറച്ചുണ്ടാക്കുന്ന പ്രക്രിയയിൽ ഒന്നാണ് ശ്വാസം എടുക്കുക, അല്ലേ? നമ്മൾ നിരന്തരം നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ശ്വാസം എടുക്കും. പക്ഷേ ശ്വാസം എടുക്കുമ്പോൾ ഈ എന്തെങ്കിലും രോഗമുള്ള ശ്വാസം മുട്ടുണ്ടാകുന്ന സന്ദർഭത്തിലല്ലാതെ ശ്വാസം എടുക്കുന്നത് ആരും അറിയില്ല. നമ്മൾ വളരെ നിശബ്ദമായിട്ടാണ് ശ്വാസം എടുക്കുന്നത്. അപ്പോൾ ആ ശ്വാസത്തെക്കാൾ കീഴെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ സംസാരിച്ചു എന്നാണ്. അപ്പോൾ അവിടെ ശരി ഓപ്ഷൻ ബി ആണ്. അവൻ പതുക്കെ സംസാരിച്ചു, അവൻ പതുക്കെ സംസാരിച്ചു എന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. അതിങ്ങനെയാണ്: സ്ട്രൈക്ക് ബ്രേക്കർ സമാനമായ മലയാള ശൈലി. കാലുവാരുക, ഇരട്ടത്താപ്പ്, കരിങ്കാലി, അടിയറ വയ്ക്കുക. സ്ട്രൈക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? സ്ട്രൈക്ക് സമരം. ബ്രേക്കർ എന്ന് വെച്ചാൽ എന്താണ്? മുടക്കുന്നവൻ അല്ലെങ്കിൽ നശിപ്പിക്കുന്നവൻ. അപ്പോൾ സമരം മുടക്കുന്നവൻ എന്നാണ്. അപ്പോൾ സാധാരണ സമരം ചെയ്യുന്നത് എങ്ങനെയാണ്? ആൾക്കാരെല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടാണ് ഒരു കൂട്ടായ തീരുമാനത്തിലെത്തിയാണ് സമരം ചെയ്യുക. ആ സമരത്തെ എങ്ങനെയാണ് മുടക്കുക? അതിന് തുരങ്കം വയ്ക്കണം, പാര വയ്ക്കണം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളിനെ, അതായത് സമരം ചെയ്യാൻ കൂടെ നിന്നിട്ട് അതിനിട്ട് പാര വയ്ക്കുന്ന ആളിനെ നമ്മൾ എന്ത് പറയും? സ്ട്രൈക്ക് ബ്രേക്കർ. അതാണ് കരിങ്കാലി. കരിങ്കാലി അതാണ് സ്ട്രൈക്ക് ബ്രേക്കർ. അതായത് കൂടെ നിന്നിട്ട് ഈ സമരം പൊളിക്കും, നമ്മളോടൊപ്പം നിന്നിട്ട് പൊളിക്കും. കരിങ്കാലി എന്നുള്ള അതാണ് അതിന് തുല്യമായ മലയാള ശൈലി. മറ്റൊന്ന് നോക്കൂ. ഇൻ അക്കോർഡൻസ് വിത്ത്. ഉചിതമായ മലയാള പരിഭാഷ ഏത്? ഇൻ അക്കോർഡൻസ് വിത്ത്. അതത് സമയത്ത്, അതാണ് ആവശ്യം, അതനുസരിച്ച്, അതിനു പുറമേ. ഇൻ അക്കോർഡൻസ് വിത്ത് എന്നതിൻ്റെ ശരിയായ മലയാളം അതനുസരിച്ച് എന്നതാണ്. അതനുസരിച്ച്, അതാണ് അതിൻ്റെ ശരിയായ പരിഭാഷ. അതനുസരിച്ച് എന്നതാണ്. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ആ ചോദ്യം ഇങ്ങനെയാണ്: എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. ഈ വാക്യത്തിന് യോജിച്ച മലയാളം ചൊല്ല്. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും, പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല, നായ നടുക്കടലിൽ നക്കിയേ കുടിക്കൂ, പട്ടിയുണ്ടോ അറിയുന്നു കുട്ടിയുടെ വേദന. എ ഹംഗ്രി ഡോഗ് എന്ന് വെച്ചാൽ വിശന്ന നായ. വിൽ ഈറ്റ് ഡങ്. ഡങ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ചാണകം. ഡങ് എന്ന് വെച്ചാൽ കാലിച്ചാണകത്തെയാണ് ഡങ് എന്ന് പറയുക. ചാണകം അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ടത്. അതായത് ഒരു വിശപ്പുള്ള നായ ചാണകവും കഴിക്കും. പട്ടി പൊതുവേ ചാണകം കഴിക്കാറില്ല. ചാണകം കഴിക്കുന്ന ചില വണ്ടും പുഴുവൊക്കെയാണ്. പട്ടി പൊതുവേ ചാണകം കഴിക്കാറില്ല. മാത്രമല്ല, ആ ചാണകത്തിൻ്റെ പശുവിൻ്റെയൊക്കെ സ്മെല്ലുള്ള സ്ഥലത്ത് പട്ടി അധികം അങ്ങനെ കഴിയാറില്ല. തൊഴുത്തിൽ പട്ടിയെ കെട്ടിയാൽ പട്ടിക്ക് വലിയ വിഷമമാണ്. പശുവിൻ്റെ അടുക്ക കൊണ്ട് കെട്ടി, പശുവിൻ്റെ അടുക്ക പുറത്തെവിടെയെങ്കിലും കെട്ടിയാലോ ഒക്കെ, പശു ചാണകമൊക്കെ ഇടുന്ന തൊഴുത്തിൽ കെട്ടുന്ന പട്ടിക്കൊരു അസ്വസ്ഥതയാണ്. പട്ടിക്ക് വളരെ വെറുപ്പുളവാക്കുന്നൊരു സാധനമാണ് ഈ ചാണകം എന്ന് പറയുന്നത്. പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റാതായാൽ താൻ വെറുക്കുന്നതാണെങ്കിലും എന്തു ചെയ്യും? ആ പട്ടി ചിലപ്പോൾ ചാണകവും കഴിക്കും, വിശപ്പ് സഹിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ മോശപ്പെട്ടത് ചെയ്യും എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ആ അർത്ഥം വരുന്നത് ഇവിടെ ഏതാണ്? അതാണ് ഓപ്ഷൻ എ. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. പുലി ഒരിക്കലും പുല്ല് തിന്നില്ല, അല്ലേ? വെജിറ്റേറിയൻ പുലിയില്ല. പുലി തിന്നുന്നത് മാംസാഹാരമാണ്. പിന്നെ വയറിന് എന്തോ അസുഖം വരുമ്പോഴാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ ഒരുതരം പുല്ല് തിന്നുന്നത് കണ്ടിട്ടുള്ളത്. അല്ലാതെ വിശപ്പടക്കാൻ വേണ്ടി ഇവരാരും പുല്ല് തിന്നില്ല. അപ്പോൾ ഒരു പുലി മാംസം കിട്ടുന്നില്ല, വിശന്ന് വലഞ്ഞാൽ അവസാനം ജീവൻ നിലനിർത്താൻ അത് ചിലപ്പോൾ എന്ത് ചെയ്യും? അടുത്തുള്ള പുല്ല് തിന്നിരിക്കും. അതാണ് സഹി കെടുമ്പോൾ, നിവർത്തി കെടുമ്പോൾ ഏത് കാര്യവും ചെയ്യും. ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. അതാണ് എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ് എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് ഈ ഡങ് എന്നൊക്കെ കേൾക്കുമ്പോൾ, ചാണകം എന്ന് കേൾക്കുമ്പോൾ പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല എന്നൊക്കെ തോന്നും. അല്ല, പട്ടി പുല്ല് തിന്നുകയില്ല, പശുവിനെ തീറ്റിക്കുകയില്ല വെച്ചാൽ താൻ ചെയ്യുകയില്ല, വേറൊരാളെ ചെയ്യാൻ അനുവദിക്കുകയില്ല. അതാണ്. ഇനി നായ നടുക്കടലിൽ നക്കിയെ കുടിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ജന്മവാസന കാണിക്കും എന്നുള്ളതാണ്. പട്ടിയുണ്ടോ അറിയുന്നു കുട്ടിയുടെ വേദന എന്ന് വെച്ചാൽ ഉപദ്രവിക്കുന്നവന് ആ ഉപദ്രവിക്കപ്പെടുന്നവൻ്റെ സങ്കടം അറിയില്ല എന്നുള്ളതാണ്. ഇതല്ല. നിവർത്തി കെട്ടാൽ എന്തും ചെയ്യും, നമ്മൾ അന്തം വിട്ടാൽ പ്രതി എന്തും ചെയ്യും എന്ന് പറയുന്ന പോലെയാണ് എ ഹംഗ്രി ഡോഗ് വിൽ ഈറ്റ് ഡങ്. അതാണ് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ഇപ്പോൾ നമ്മൾ പരിഭാഷയുമായി ബന്ധപ്പെട്ട കുറേയേറെ ചോദ്യ മാതൃകകൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ.